ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവർക്കും ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന 5th സെമ്മിലെ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്, ബികോമിൻ്റെ. അപ്പോൾ ഈ പേപ്പറിൽ ആദ്യ ചാപ്റ്ററാണ്, ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ് റിസർച്ച് എന്നാണ്. അപ്പോൾ ആ ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അതിനു മുമ്പേ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നോക്കാം. റിസർച്ച് ആൻഡ് ബിസിനസ് റിസർച്ച്, അതിൻ്റെ മീനിങ്, അതുപോലെ ഫീച്ചേഴ്സ്. ആൻഡ് നെക്സ്റ്റ്, റോൾ ഓഫ് ബിസിനസ് റിസർച്ച് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ആൻഡ് മെത്തേഡ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. ആൻഡ് ഫൈനലി, ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് റിസർച്ച്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പേ ലെറ്റ്സ് സീ ദ കൊട്ടേഷൻ ഓഫ് ഹഡ്സൺ മാക്സിം. All progress is born of inquiry. Doubt is often better than overconfidence, for it leads to inquiry, and inquiry leads in invention. അപ്പോൾ ഈ ഒരു കൊട്ടേഷനോട് കൂടെയാണ് നമ്മളെ ക്ലാസ് ഇന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഷയത്തിൻ്റെ പേര് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്നാണ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റിസർച്ച്. നമ്മൾ റിസർച്ച് എന്ന വാക്ക് പലപ്പോഴും കേൾക്കാറുള്ളതാണ്. എന്താണ് റിസർച്ച്? ഇപ്പം പല കാര്യങ്ങളിലും റിസർച്ച് നടക്കുന്നു, റിസർച്ച് ഈസ് ഗോയിങ് ഓൺ എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത്. ബിസിനസ് റിസർച്ച് മെത്തേഡ്സ്. റിസർച്ച് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഒരു റിസർച്ച് ഈ റിസർച്ച് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി അയാൾ അഡോപ്റ്റ് ചെയ്യുന്ന രീതി എന്ത് എന്നുള്ളതാണ് ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിസിനസ് റിസർച്ച് ആകുമ്പം ബിസിനസ്സിൽ റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടി ഏത് പർട്ടിക്കുലർ മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത് എന്നതാണ് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിസർച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യാം, അതിന് നമുക്ക് ഏതെല്ലാം മെത്തേഡ്സ് അപ്ലൈ ചെയ്യാം, അതിൻ്റെ ടെക്നിക്സ് എങ്ങനെ, ആൻഡ് ഹൗ ടു ഡ്രാഫ്റ്റ് എ റിസർച്ച് റിപ്പോർട്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമായി നമുക്ക് റിസർച്ചിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് സെർച്ച് ടു അക്വയർ നോളജ്. നോളജ് അക്വയർ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക് സെർച്ചാണ് ആക്ച്വലി റിസർച്ച്. ആൻഡ് ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് മെത്തഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ്. നമ്മളൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നു, ആ പ്രോബ്ലത്തിന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ അത് കണ്ടെത്താനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡാണ് റിസർച്ച്. പിന്നെ നമ്മൾ ഈ വാക്ക് നോക്കിയ റിസർച്ച്, ആൻഡ് ദിസ് ടേം ഈസ് കോമ്പോസ്ഡ് ഓഫ് ടു ടേംസ്, റീ ആൻഡ് സെർച്ച്. അത് ആ പ്രിഫിക്സ് റീ, അതിൻ്റെ മീനിങ് അഗൈൻ എന്നുള്ളതാണ്. റീ മീൻസ് അഗൈൻ. അടുത്ത വാക്ക് വരുന്ന സെർച്ച് ആണ്. സെർച്ച് മീൻസ് ടു പ്രോബ് അല്ലെങ്കിൽ കെയർഫുള്ളി, ക്ലോസ്ലി ആൻഡ് കെയർഫുള്ളി എന്നൊക്കെ ഒരു മീനിങ് ആണ്. അപ്പോൾ റീസെർച്ച് ആണ്. സെർച്ച് അഗൈൻ എന്നൊരു മീനിങ് ആണ് റിസർച്ച് എന്നുള്ളതിന് നമുക്ക് ലിറ്ററലി വരുന്നത്. ആൻഡ് എ കെയർഫുൾ സ്റ്റഡി to discover correct information or a way of collecting information to facilitate problem solving. പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ഇൻഫർമേഷൻ ഡിസ്കവർ ചെയ്യണം, അല്ലെങ്കിൽ അതിനെയാണ് നമ്മളൊരു അതിൻ്റെ ഒരു കെയർഫുൾ സ്റ്റഡിയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വേ ഓഫ് കളക്റ്റിംഗ് ഇൻഫർമേഷൻ ആണ്. അപ്പോൾ അതിനെയല്ല നമുക്ക് റിസർച്ച് എന്ന് പറയാം. ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് കൺസിസ്റ്റിംഗ് ഓഫ് enunciating the problems, formulating hypotheses, collecting facts or data, analyzing them and reaching certain conclusions, either in the form of solution or certain generalization for some theoretical formulation. ഇതൊരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. ഒരു പർട്ടിക്കുലർ പ്രോബ്ലം നമ്മുടെ മുമ്പിലുണ്ടായിരിക്കും. ആ ഒരു പ്രോബ്ലത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നു, അതിന് സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നു, അതിനുശേഷം ആ ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് അതുവഴി നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അത് ഒരു സൊല്യൂഷൻ ആവാം, അല്ലെങ്കിൽ ഒരു സർട്ടൻ ജനറലൈസേഷൻസ് ആവാം. നമ്മളൊരു തിയറി അത് വെച്ചുകൊണ്ട് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സർട്ടൻ ജനറലൈസേഷൻസ് ആവാം, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ആവാം. അപ്പം ഇങ്ങനെയുള്ള ഇതെല്ലാം കിട്ടുന്ന ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡിനാണ് നമ്മൾ
റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ബിസിനസ് റിസർച്ച് ആണ്. ഇത് ജനറലി റിസർച്ച് എന്നുള്ളതിൻ്റെ ഒരു ആൻസർ ആണ്. ഇനി ബിസിനസ് റിസർച്ചിലേക്ക് പോകുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ആണ് ബിസിനസ് റിസർച്ച്. അപ്പോൾ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് സബ്സെക്ടർ ഓഫ് റിസർച്ച്. നമുക്കറിയാം ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓർ കൈൻഡ്സ് ഓഫ് റിസർച്ച്. പലതരത്തിലുള്ള റിസർച്ചുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർച്ചാണ് ബിസിനസ് റിസർച്ച് എന്നുള്ളത്. അപ്പോൾ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ബിസിനസ് റിസർച്ച് ഈസ് അണ്ടർടേക്കൺ ടു റിസോൾവ് issues in the areas of accounting, finance, marketing and management. And in simple terms, it's a research undertaken to resolve the issues in the field of business. ബിസിനസിൻ്റെ മേഖലയിലുള്ള ഇഷ്യൂസ് റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടി അണ്ടർടേക്ക് ചെയ്യുന്ന റിസർച്ചിനെയാണ് നമ്മൾ ജനറലി ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ബിസിനസ് റിസർച്ച് ഈസ് ഓൾവേസ് കസ്റ്റമർ ഓറിയൻറ്റഡ്. അതെപ്പോഴും കസ്റ്റമർ ഓറിയൻറ്റഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ മാർക്കറ്റ്, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ്. ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാറ്റസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജനറലി നമ്മൾ ബിസിനസ് റിസർച്ച് അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ റിസർച്ച് ഈസ് നീഡഡ് ടു ഐഡൻറ്റിഫൈ ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ബിസിനസ്. ഒരു സ്ഥാപനത്തിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ വി ഷുഡ് കണ്ടക്ട് എ റിസർച്ച്. ആൻഡ് അനദർ വൺ ഈസ് ബിസിനസ് റിസർച്ച് ഈസ് എനി ടൈപ്പ് ഓഫ് റിസർച്ച്. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് ആണത്. ബിസിനസ് റിസർച്ച് ഈസ് എനി ടൈപ്പ് ഓഫ് റിസർച്ച് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓർ സ്റ്റാർട്ട് എ ബിസിനസ് ഓർ സക്സീഡിങ് ഇംപ്രൂവ്മെൻറ്റ്. ഒരു പർട്ടിക്കുലർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാം, തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു റിസർച്ചിനെയും ബിസിനസ് റിസർച്ച് എന്ന് പറയാം. ആൻഡ് ജനറലി ദ ബിസിനസ് റിസർച്ച് ഈസ് ഡൺ അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിങ് ഓഫ് എ ബിസിനസ് ഓർ റണ്ണിങ് ഓഫ് എനി കൈൻഡ് ഓഫ് ബിസിനസ്. അപ്പോൾ അത് ഡ്യൂറിങ് ദ റണ്ണിങ് ആവാം, അല്ലെങ്കിൽ ബിഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ് ആവാം നമ്മളൊരു റിസർച്ച് അണ്ടർടേക്ക് ചെയ്യുന്നത്. ഏതൊരു ബിസിനസ് റിസർച്ചിൻ്റെയും അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിഷൻ എന്ന് പറയുമ്പോൾ ജനറേറ്റ് പ്രിസൈസ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായ വിവരങ്ങൾ ജനറേറ്റ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ബിസിനസ് റിസർച്ചിൻ്റെയും ഒരു മിഷൻ. ഓക്കെ, നൗ ലെറ്റ്സ് സീ ഡെഫിനിഷൻ given by McDaniel and Cates for business research. And the definition is like this: business research is the planning, collection and analysis of data. Business research എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് ആണ്, കളക്ഷൻ ആണ്, ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ റെലവൻറ്റ് ടു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കാൻ ആ ഒരു കാര്യത്തിന് റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ അത് പ്ലാൻ ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ റിസൾട്ട്സ് ഓഫ് ദിസ് അനാലിസിസ്. അങ്ങനെ അത് അനലൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ടിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ടു ദ മാനേജ്മെൻറ്റ്. ബന്ധപ്പെട്ട അധികാരികൾക്ക് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് ഈ വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സിമ്പിൾ ഡെഫിനിഷൻ ഗിവൺ ബൈ മാക്ഡാനിയൽ ആൻഡ് ഗേറ്റ്സ്. ആൻഡ് നെക്സ്റ്റ് we are moving on to the features of business research. ബിസിനസ് റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാം നോക്കാം. ആദ്യമായിട്ട് സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രോസസ്സ്. ബിസിനസ് റിസർച്ച് എന്നുള്ളത് ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്സ്. ഏതൊരു റിസർച്ച് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്, അതോടൊപ്പം തന്നെ ഇറ്റ്സ് ആൻ ഒബ്ജക്റ്റീവ് പ്രോസസ്സ്. അപ്പോൾ നമുക്കത് ഡാറ്റ ഗ്യാദർ ചെയ്യുന്ന, ഡാറ്റ കളക്ട് ചെയ്യുന്ന, അതുപോലെ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്ന, ഡാറ്റ അനലൈസ് ചെയ്യുന്ന, അതുപോലെ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് അതുപോലെ ഒബ്ജക്റ്റീവ് പ്രോസസ്സാണ് ബിസിനസ് റിസർച്ച് എന്ന് പറയാം. രണ്ടാമത് ഇറ്റ്സ് മൾട്ടി ഡിസിപ്ലിനറി. കാരണം ബിസിനസ് എന്നുള്ള ഈ പർട്ടിക്കുലർ ഡിസിപ്ലിൻ ഇറ്റ്സ് മൾട്ടി ഡിസിപ്ലിനറി. ബിസിനസ് മൾട്ടി ഡിസിപ്ലിനറിയാണ്. കാരണം അത് മറ്റുള്ള പല സബ്ജക്റ്റുകളിൽ നിന്നുമുള്ള കാര്യങ്ങൾ നമ്മൾ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ബിസിനസ് എന്ന ഈ പർട്ടിക്കുലർ ഡിസിപ്ലിൻ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചും മൾട്ടി ഡിസിപ്ലിനറി ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ മാത്സ്, സോഷ്യോളജി, ഫിസിക്സ്, ഇക്കണോമിക്സ്, പൊളിറ്റിക്സ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബിസിനസ്സിൽ വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് ഇറ്റ്സെൽഫ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ റിസർച്ചും മൾട്ടി ഡിസിപ്ലിനറി ആണ്. ആൻഡ് തേർഡ് വൺ ഈസ് ഇറ്റ് കവേഴ്സ് ഓൾ റീജിയൻസ് ഓഫ് ബിസിനസ്. സാധാരണഗതിയിൽ ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന
ഇപ്പോൾ ലോക്കൽ മാർക്കറ്റിലാവാം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിലാവാം ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം. അങ്ങനെ വരുമ്പോൾ അവിടെ ആ ഒരു മാർക്കറ്റിൽ നിന്നെല്ലാം സാധാരണഗതിയിൽ ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ, ഒരു നല്ല ബിസിനസ് റിസർച്ച് ആണെങ്കിൽ അവരെവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നോ അവിടെ നിന്നെല്ലാമുള്ള ഡാറ്റ കളക്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിരിക്കും. അതാണ് ബിസിനസ് റിസർച്ചിൻ്റെ മറ്റൊരു ഫീച്ചർ. ആൻഡ് ഫോർത്ത് വൺ ഈസ് ജഡ്ജിങ് ലോക്കൽ പ്രോബ്ലംസ് ഓഫ് എൻവയോൺമെൻറ്റ്. ഒരു ബിസിനസ് എവിടെയാണ് പ്രവർത്തിക്കുന്നത് ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആ ഒരു എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസും മറ്റും ശരിയായ രീതിയിൽ ബിസിനസ് റിസർച്ച് അത് ജഡ്ജ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പ്രവർത്തിക്കുമ്പോൾ ആ ലൊക്കാലിറ്റിയിലുള്ള ചില ഇഷ്യൂസ് ഉണ്ടാവാം, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അത് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് accurately determine the cost or profitability. ബിസിനസ് റിസർച്ച് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് അതുപോലെ തന്നെ അവരുടെ കോസ്റ്റും വളരെ കൃത്യമായി അല്ലെങ്കിൽ അതുപോലെ കറക്റ്റായി ഡിറ്റർമൈൻ ചെയ്യുന്നു. അത് മറ്റൊരു സവിശേഷതയാണ്. നെക്സ്റ്റ് വൺ ഈസ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പം ചിലപ്പോൾ സം ഫാക്ടേഴ്സ് may not be important when we start the research process, but at a later stage we may find those factors important. അപ്പോൾ നമുക്ക് ആ സമയത്ത് we should be able to include those factors in our research process. അപ്പോൾ അത് പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ച് should be so flexible to accommodate those factors. അപ്പോൾ അത്ര ഫാക്ടേഴ്സിനും കൂടെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ റിസർച്ച് ഫ്ലെക്സിബിൾ ആവണം. അങ്ങനെ ഒരു സവിശേഷത ബിസിനസ് റിസർച്ചിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദാറ്റ്സ് ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റബിൾ ടു ചേഞ്ചിങ് കണ്ടീഷൻസ്. നെക്സ്റ്റ് വൺ ഈസ് യൂസ് ഓഫ് ഇൻ്റർനെറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു കാലത്തിലെ ഒരു പ്രത്യേകതയാണത് യൂസ് ഓഫ് ഇൻ്റർനെറ്റ്. നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വിവരങ്ങൾ ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഖരിക്കാം. അപ്പോൾ ദാറ്റ്സ് യൂസ് ഓഫ് ഇൻ്റർനെറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഓൾവേസ് ഫോക്കസ്ഡ് ഓൺ ഡിമാൻഡ്. നമ്മളെപ്പോഴും ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന വി വിൽ ഫീൽ സം കൈൻഡ് ഓഫ് ഡിമാൻഡ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ബിസിനസ് റിസർച്ച് അണ്ടർടേക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കണ്ടക്റ്റഡ് ഇൻ എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ എവർ ചേഞ്ചിങ് എൻവയോൺമെൻറ്റിലാണ് നമ്മൾ ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ റാപ്പിഡ്ലി ചേഞ്ച് ചെയ്യുന്ന ഒരു പരിസ്ഥിതിയിൽ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചാണ് ബിസിനസ് റിസർച്ച്. ഇനി നെക്സ്റ്റ് റോൾ ഓഫ് ബിസിനസ് റിസർച്ച് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിസിഷൻ മേക്കിങ്ങിൽ ബിസിനസ് റിസർച്ചിൻ്റെ പങ്ക് എന്ത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രോഡക്റ്റ് അനാലിസിസ്. ഇപ്പോൾ companies must find a product that meets or exceeds consumer demand. കൺസ്യൂമറിന് അവരുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഏതൊരു കമ്പനിയും കണ്ടെത്താമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ് അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻസ് എക്സീഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ഏതൊരു കമ്പനിയും കണ്ടെത്തണം. ആ പ്രോഡക്റ്റ് ചിലപ്പം whether the product could be improved through design or features. ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് അതിൻ്റെ ഡിസൈനോ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സോ ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ പ്രോഡക്റ്റ് കുറച്ചുകൂടി നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സ്വീകാര്യത അതിന് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ കൊണ്ടുവരാൻ പറ്റുമോ തുടങ്ങിയുള്ള കാര്യങ്ങൾ നിരന്തരമായി കൊണ്ടൊരു കമ്പനി ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ചിന്തിച്ചിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രൊഡക്റ്റ് അനാലിസിസിലൂടെ പിന്നീട് അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമേർജിങ് മാർക്കറ്റ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ സപ്ലൈ അവിടെ വളരെ ലോ ആയിരിക്കും. അപ്പോൾ ലോ സപ്ലൈ ഉള്ള എമേർജിങ് മാർക്കറ്റ്സ്, ഡിമാൻഡുള്ള എമേർജിങ് മാർക്കറ്റ്സിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും പ്രോഡക്റ്റ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. ഈ പ്രോഡക്റ്റ് അനാലിസിസ് എന്നുള്ളത് ആക്ച്വലി ഈ ബിസിനസ് റിസർച്ചിൽ വരുന്നതാണ്. അപ്പോൾ അത് റിസർച്ച് വഴി ആ പ്രോഡക്റ്റ് അനാലിസിസ് കണ്ടക്ട് ചെയ്യാം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് മാർക്കറ്റ് അനാലിസിസ് ആണ്. മാർക്കറ്റ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത് ടു ഡിറ്റർമൈൻ ഹൗ മച്ച് പ്രോഫിറ്റ് മേ ബി ഏൺഡ് ഫ്രം കറൻറ്റ് മാർക്കറ്റ്. ഇപ്പം നിലവിൽ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ്, ആ മാർക്കറ്റിൽ നിന്നും എത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഐഡൻറ്റിഫൈസ് സ്റ്റേജസ് ഓഫ് ബിസിനസ് സൈക്കിൾ. ആ ഒരു പർട്ടിക്കുലർ കമ്പനി ഇപ്പോൾ ഏത്
സ്റ്റേജിലാണ്, ബിസിനസ് സൈക്കിളിൻ്റെ ഏത് സ്റ്റേജിലാണ് ഇപ്പം നിലകൊള്ളുന്നത്? എമർജിങ് സ്റ്റേജിലാണോ, പ്ലാറ്റ്യൂ ആണോ, അല്ലെങ്കിൽ ഡിക്ലൈനിങ് സ്റ്റേജിലാണോ? അങ്ങനെ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് മാർക്കറ്റ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഡിറ്റർമൈൻസ് ദ പ്രൈസ് പോയിന്റ്സ് അറ്റ് വിച്ച് ദ പ്രോഡക്റ്റ് ക്യാൻ ബി സോൾഡ്. അതോടൊപ്പം തന്നെ ഏത് വിലക്ക്, എത്ര വിലക്ക് നമുക്ക് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് അനാലിസിസിന് അത് ഹെൽപ്പ് ചെയ്യുന്നു. മാർക്കറ്റ് അനാലിസിസിൽ ബിസിനസ് റിസർച്ച് വളരെയധികം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നെക്സ്റ്റ്, തേർഡ് വൺ ഈസ് ഫിനാൻഷ്യൽ അനാലിസിസ്. Financial analysis determines the cost of each production item used to produce goods and services. സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഓരോ ഐറ്റവും എത്രത്തോളം അതിൻ്റെ കോസ്റ്റ് വരുന്നു എന്ന് നിർണ്ണയിക്കുന്നതിൽ ഫിനാൻഷ്യൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് വിൽ എക്സാമിൻ ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, ലേബർ ആൻഡ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ്. റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എത്രത്തോളം വരുന്നു, ലേബർ ചാർജ് എത്രത്തോളം വരുന്നു, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഓവർ ഹെഡ് എത്രത്തോളം വരുന്നു, തുടങ്ങിയുള്ള കാര്യങ്ങൾ മാനേജ്മെൻറ്റിന് എക്സാമിൻ ചെയ്യാൻ ഫിനാൻഷ്യൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി ഏറ്റവും മോസ്റ്റ് പ്രോഫിറ്റബിൾ പ്രോഡക്റ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് കോസ്റ്റ് ആപ്ലിക്കേഷൻ മെത്തേഡ്സ് ഏതാണ്, സ്ഥാപനത്തിൻ്റെ കോസ്റ്റ് എല്ലാം ശരിയായ രീതിയിൽ അപ്പോർഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ആപ്ലിക്കേഷൻ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിനും ഫിനാൻഷ്യൽ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർത്ത് വൺ ഈസ് കോമ്പറ്റീറ്റർ അനാലിസിസ്. കോമ്പറ്റീറ്റർ അനാലിസിസിൽ വരുന്നത് നോളജ് അബൌട്ട് പ്രൊഡക്ഷൻ മെത്തേഡ്സ് ഓർ കസ്റ്റമർ ലോയൽറ്റി ഓഫ് കോമ്പറ്റീറ്റേഴ്സ് വിൽ ഹെൽപ്പ് ടു ക്രിയേറ്റ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഓവർ ദം. ഒരു സ്ഥാപനത്തിന് അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി അനലൈസ് ചെയ്യുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അവർ ഉപയോഗിക്കുന്ന പ്രൊഡക്ഷൻ മെത്തേഡ്സ് ഏതാണ്, കോമ്പറ്റീറ്റേഴ്സ് എത്രത്തോളം ലോയലാണ്, അതിലെ കസ്റ്റമേഴ്സ് എത്രത്തോളം ലോയൽറ്റിയുള്ള ആളുകളാണ്, തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, മീൻസ് an അഡ്വാൻറ്റേജ് ഓവർ അവർ കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീറ്റർ അനാലിസിസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ബിസിനസ് റിസർച്ചിൻ്റെ ഒരു പ്രധാന റോളാണ്. മറ്റൊന്ന്, ഇറ്റ് ഓൾസോ റിവീൽസ്, അല്ലെങ്കിൽ ത്രൂ റിസർച്ച്, ത്രൂ കോമ്പറ്റീറ്റർ അനാലിസിസ് we can also find out the financial soundness of the firms, especially when we think about purchasing the other company. ഒരു മറ്റു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ എന്ന് ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, അവരുടെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് എത്രത്തോളം ഉണ്ടെന്ന് റിവീൽ ചെയ്യുന്നതിനും നമുക്ക് ഇത്തരം കോമ്പറ്റീറ്റർ അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ചും അത്തരത്തിലുള്ള ഒരു ഫേമിനെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇവിടെയും ബിസിനസ് റിസർച്ചിന് വളരെയധികം റോളുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഗ്രോത്ത് അനാലിസിസ്. ബിസിനസ് റിസർച്ച് ഫോക്കാസ് ദ ഗ്രോത്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി കറന്റ് ഇൻഡസ്ട്രി ഓർ മാർക്കറ്റ്. നിലവിലുള്ള ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് ഫോർകാസ്റ്റ് ചെയ്യുന്നതിൽ, ഗ്രോത്തും അതുപോലെ തന്നെ ആ മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യുന്നത് ബിസിനസ് റിസർച്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഈ ഒരു അറിവ്, ഈ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്നതിനെ പറ്റിയുള്ള അറിവ് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിൻ്റെ സ്റ്റെബിലിറ്റിയെ പറ്റി മനസ്സിലാക്കുന്നതിന് ബിസിനസ് സ്ഥാപനത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്ലോ ഗ്രോത്ത് ഉള്ള ഇൻഡസ്ട്രി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും, വളരെ സ്ട്രോങ് ഗ്രോത്ത് ഉള്ള ഭാഗം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും, അതിനനുസരിച്ചുകൊണ്ട് ബിസിനസ് സ്ട്രാറ്റജികൾ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്ഥാപനത്തിന് ഗ്രോത്ത് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു 4-5 മേഖലകളിൽ ബിസിനസ് റിസർച്ച് ബിസിനസ് സ്ഥാപനത്തെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. ബിസിനസ് റിസർച്ചിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പർപ്പസ്, അതിലൊന്നാമത് ടു പ്രൊമോട്ട് ബിസിനസ് ഇൻ ആൻ ഇക്കണോമിക്കലി സൗണ്ട് മാനർ. വളരെ ഇക്കണോമിക്കലായ രീതിയിൽ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതിന്, അതിനെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗുഡായിട്ടുള്ള ബിസിനസ് റിസർച്ചിൻ്റെ എപ്പോഴുമുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് സ്ഥാപനത്തിന് അതിൻ്റെ നെറ്റ് പ്രോഫിറ്റും
മറ്റും അതിൻ്റെ കണ്ടിന്യൂറ്റിയും എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് അത് ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ പർപ്പസ് ആണ് ടു എൻഷുർ ഫ്യൂച്ചർ സക്സസ്. ഫ്യൂച്ചർ സക്സസ് ഉറപ്പുവരുത്തുക. ഒരു ബിസിനസ് റിസർച്ച് എപ്പോഴും ആ സ്ഥാപനത്തിൻ്റെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് കാര്യങ്ങൾ കളക്ട് ചെയ്യുകയും ഡാറ്റ കളക്ട് ചെയ്യുകയും അത് പ്രോസസ് ചെയ്യുകയും ഡിസിഷൻ മേക്കിങ്ങിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ സക്സസ് ഉറപ്പുവരുത്തുക, സ്ഥാപനത്തിൻ്റെ വിജയം ഉറപ്പുവരുത്തുക എന്നുള്ളത് ബിസിനസ് റിസർച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. ആൻഡ് തേർഡ് വൺ ഈസ് ഗ്യാദർ റെലവൻറ്റ് ഇൻഫർമേഷൻ ഫോർ സ്മൂത്ത് കണ്ടക്ട് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടുന്ന വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ബിസിനസ്സിനെ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട്, ബിസിനസ്സിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട വിവരങ്ങൾ ശേഖരിച്ച് അത് മാനേജ്മെൻറ്റിന് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് റിസർച്ചിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്. പിന്നെ അനദർ വൺ ഈസ് ടു ഡിറ്റർമൈൻ ദ പ്ലെയേഴ്സ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലെ അല്ലെങ്കിൽ ജോബ് മാർക്കറ്റിലെ പ്ലെയേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ജോബ് സീക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ജോലി അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് പ്ലെയേഴ്സ് ഏതാണ് ബെസ്റ്റ് എന്ന രീതിയിൽ അദ്ദേഹം ഒരു റിസർച്ച് അവിടെ നടത്തുന്നുണ്ട്. ആ റിസർച്ച് നമ്മൾ ബിസിനസ് റിസർച്ച് എന്നതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അത്തരം ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ ജോബ് സീക്കേഴ്സിന് മനസ്സിലാവുന്നു ഹു ആർ ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ഇൻ ദ മാർക്കറ്റ്. അപ്പം അങ്ങനെ ആ ഒരു ബെസ്റ്റ് പ്ലെയേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതും ബിസിനസ് റിസർച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ടു ഐഡൻറ്റിഫൈ ആൻഡ് സോൾവ് സ്മോൾ പ്രോബ്ലംസ്. സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റിന് എന്താണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് സിക്സ്ത് വൺ ഈസ് ടു സേവ് ടൈം ആൻഡ് കോസ്റ്റ്. ടൈമും അതുപോലെ തന്നെ കോസ്റ്റും സേവ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവാണ്. അത് പർട്ടിക്കുലർലി ഒരു ഇൻറ്റേർണൽ റിസർച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് സ്ഥാപനത്തിൻ്റെ സ്വന്തം സ്റ്റാഫാണ് ഈ ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അത് അവർക്ക് അതിൻ്റെ സമയവും അതുപോലെ തന്നെ കോസ്റ്റും സേവ് ചെയ്യാം. ആൻഡ് സെവൻത് വൺ ഈസ് ഫെസിലിറ്റേറ്റ് മാനേജറിയൽ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്. ബിസിനസ് റിസർച്ചിൻ്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ് ബിസിനസ്സിൻ്റെ ഫിനാൻസ്, അതുപോലെ മാർക്കറ്റിംഗ്, അവരുടെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് മുതലായിട്ടുള്ള ആസ്പെക്റ്റുകളിൽ മാനേജ്മെൻറ്റിനെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സഫീഷ്യൻറ്റ് ഡാറ്റയും മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ബിസിനസ് റിസർച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. And next we are moving on to business research methods. Business research methods. എന്താണ് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ്? നമ്മൾ ഓൾറെഡി അത് ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു. ആൻഡ് ദീസ് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് may differ according to the size of the company and the type of information required. സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ സൈസിനനുസരിച്ചുകൊണ്ടും അവർക്ക് ആവശ്യം വേണ്ടുന്ന വിവരങ്ങൾക്കനുസരിച്ചുകൊണ്ടും ഈ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ്, അതായത് ആ ഒരു പർട്ടിക്കുലർ സ്ഥാപനം അല്ലെങ്കിൽ കമ്പനി അഡോപ്റ്റ് ചെയ്യുന്ന റിസർച്ച് മെത്തേഡ്സ്, ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ചർ അദ്ദേഹത്തിൻ്റെ റിസർച്ച് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഏത് രീതിയാണ് അയാൾ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ് റിസർച്ചിന് ചില മെത്തേഡ്സ് ഉണ്ട്, അതിലേത് മെത്തേഡ്സാണ് അദ്ദേഹം അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ റിസർച്ച് മെത്തേഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്താ എന്നുള്ളതിൻ്റെ ഒരു മീനിങ് ആണ്. സെക്കൻഡ് വൺ, എ ബിസിനസ് റിസർച്ച് മെത്തേഡ് ഈസ് എ വിജിലൻ്റ് ആൻഡ് ഡെലിജൻറ്റ് സ്റ്റഡി ഓഫ് എ മാർക്കറ്റ്. ഒരു മാർക്കറ്റിൻ്റെ വളരെയധികം ജാഗ്രതയോട് കൂടിയുള്ള, അതുപോലെ തന്നെ വളരെയധികം ഉത്സാഹത്തോടു കൂടിയുള്ള ഒരു സ്റ്റഡിയാണ് ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇൻഡസ്ട്രി ഓർ എ പർട്ടിക്കുലർ കമ്പനീസ് ബിസിനസ് ഓപ്പറേഷൻ, ഒരു മാർക്കറ്റിൻ്റെയോ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിൻ്റെ കമ്പനിയുടെ ബിസിനസ് പ്രവർത്തനങ്ങളെയോ കുറിച്ചുള്ള വളരെ ജാഗ്രതയോടും വളരെ ഉത്സാഹത്തോടും കൂടിയുള്ള സ്റ്റഡിയാണ് യൂസിങ് ഇൻവെസ്റ്റിഗേറ്റീവ് ടെക്നിക്സ് ടു ഡിസ്കവർ. അന്വേഷണാത്മകമായിട്ടുള്ള ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫാക്ട്സുകൾ ഡിസ്കവർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എക്സാമിൻ തിയറികൾ എക്സാമിൻ ചെയ്യുന്നു. ഓർ ഡെവലപ്പ് ആൻ ആക്ഷൻ പ്ലാൻ ബേസ്ഡ് ഓൺ ഡിസ്കവേർഡ് ഫാക്ട്സ്, അല്ലെങ്കിൽ
കണ്ടെത്തിയിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വളരെ വിജിലൻറ്റും ഡെലിജൻറ്റുമായിട്ടുള്ള ഒരു സ്റ്റഡിയെയാണ് ബിസിനസ് റിസർച്ച് മെത്തഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻ്റ് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് ഏതെല്ലാം നോക്കാം. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ബിസിനസ് റിസർച്ച് മെത്തഡാണ്, നമ്മൾ നേരത്തെ കണ്ടു, ഓരോ സ്ഥാപനവും ബിസിനസ് റിസർച്ച് മെത്തേഡ് അവർ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡിൽ ഡിഫറൻസ് ഉണ്ടാവാം. അപ്പോൾ പ്രധാനപ്പെട്ട ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ഓപ്പറേഷണൽ റിസർച്ച്. ഓപ്പറേഷണൽ റിസർച്ച് ആണ് ആദ്യത്തേത്. എ സ്റ്റഡി ഓഫ് എ ഫേംസ് ഓപ്പറേഷൻ സിസ്റ്റം ഐഡൻറ്റിഫൈസ് ഈച്ച് പ്രൊഡക്ഷൻ സ്റ്റെപ്പ്. ഇവിടെ ആ കമ്പനിയുടെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ റിസർച്ച് ചെയ്യുന്നത്. ഒരു ഫേമിൻ്റെ ഓപ്പറേഷണൽ സിസ്റ്റം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈച്ച് പ്രൊഡക്ഷൻ സ്റ്റെപ്പ്. അപ്പോൾ ഓരോ പ്രൊഡക്ഷൻ സ്റ്റെപ്പും അവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്യുന്ന കാരണം നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഎഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് പുവർ പെർഫോമൻസ് ബൈ എക്സാമിനിങ് പ്രൊസീജിയേഴ്സ് ഓൺ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബേസിസ്. ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബേസിസ് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഓരോരോ പ്രൊഡക്ഷൻ സ്റ്റെപ്പിലും വേസ്റ്റ് എന്തെങ്കിലും റെഡ്യൂസ് ചെയ്യാനും ഇൻഎഫിഷ്യൻസി കണ്ടെത്താനും അതിന് പുവർ പെർഫോമൻസ് നമുക്ക് പരിശോധിക്കാനും എല്ലാം ഈ ടൈപ്പ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള റിസർച്ചിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേഷണൽ റിസർച്ച്. ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ റിസർച്ച് ചെയ്യപ്പെടുന്നത്. സെക്കൻഡ് വൺ ഈസ് കേസ് സ്റ്റഡികളാണ്. കേസ് സ്റ്റഡി ഇൻഡസ്ട്രികൾ അല്ലെങ്കിൽ കമ്പനികൾ, ബിസിനസ് സിറ്റുവേഷൻസ്, ഇതിനെല്ലാം കേസ് സ്റ്റഡികൾ ഇതെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കേസ് സ്റ്റഡി നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇവിടെ ബിസിനസ്സിൻ്റെ ട്രെൻഡും അതുപോലെ തന്നെ ബിസിനസ് സ്ട്രാറ്റജികളും എല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് റിവീൽ ചെയ്യുന്നുണ്ട് ഇത്തരം കേസ് സ്റ്റഡികളിലൂടെ. അപ്പോൾ കേസ് സ്റ്റഡി എന്നുള്ളത് ബിസിനസ് റിസർച്ച് മെത്തഡാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ബിസിനസ് റിസർച്ച് മെത്തഡാണ്. ആൻഡ് തേർഡ് വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. Examination of information and statistical data is another method of research. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇൻഫർമേഷൻ എക്സാമിനേഷൻ ചെയ്യുക, അത് ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മെത്തഡാണ്. ഇവിടെ ഫിനാൻഷ്യൽ ഡാറ്റയാണ് വരുന്നത്. ഫിനാൻഷ്യൽ ഡാറ്റ ഹെൽപ്സ് ടു ഇവാലുവേറ്റ് പെർഫോമൻസ് ആൻഡ് പ്രെഡിക്റ്റ് ട്രെൻഡ്സ്. ഒരു സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും അതിൻ്റെ ട്രെൻഡ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനും ഫിനാൻഷ്യൽ ഡാറ്റ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. Industry and data and competitor analysis help to determine when the products and services of a company will penetrate a market. ഈ ഇൻഡസ്ട്രി ഡാറ്റയും അതുപോലെ തന്നെ കോമ്പറ്റേറ്റർ അനാലിസിസ് നേരത്തെ നമ്മൾ കണ്ടു. ഇത് അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റും സർവീസസും ഒക്കെ എപ്പോഴാണ് ഒരു മാർക്കറ്റിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഇൻ്റർവ്യൂ ഡിസൈൻ. ഇപ്പോൾ കസ്റ്റമേഴ്സിനെ നമുക്ക് അവരോട് നേരിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ട് അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ആ ഒരു മെത്തഡാണ് ഇൻ്റർവ്യൂ ഡിസൈൻ. അപ്പോൾ ഹിയർ ദ കസ്റ്റമേഴ്സ് ആർ ഡയറക്ട്ലി ആസ്ക്ഡ് ടു ആൻസർ എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ഒരു ഇൻ്റർവ്യൂ ലെവലിലേക്ക് പോകുന്നു. ഇൻ്റർവ്യൂ ഡിസൈൻ ആയിരിക്കും ഈ റിസർച്ചിന് ഉണ്ടാകുന്നത്. കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നമ്മൾ ഡാറ്റ കളക്ഷൻ നടത്തുന്നു. ആൻഡ് സിക്സ്ത് വൺ ഈസ് ലിസണിങ്. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് ബിസിനസ് റിസർച്ച്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്ന ആ വ്യക്തികൾ അവർ വളരെയധികം വെൽ ട്രെയിൻഡ് ആയിരിക്കണം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് കസ്റ്റമേഴ്സ് ആർ സെയിങ് ആൻഡ് പ്രോപ്പർലി റിലേ ദാറ്റ് ടു മാനേജ്മെൻറ്റ്. കസ്റ്റമേഴ്സ് എന്ത് പറയുന്നു എന്നുള്ള വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ കാര്യം മാനേജ്മെൻറ്റിനെ അറിയിക്കുന്ന രീതിയിൽ അത്രത്തോളം ട്രെയിൻഡ് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തഡാണ് ലിസണിങ് എന്ന് പറയുന്ന മെത്തേഡ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ക്വസ്റ്റ്യനർ ആൻഡ് ക്വസ്റ്റ്യനിങ്. ഇവിടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യനർ ഉപയോഗിച്ചുകൊണ്ടാണ്. ക്വസ്റ്റ്യനർ അറിയാലോ, ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന നമുക്ക് അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡാറ്റ കളക്ഷൻ നടത്താം. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് ഷുഡ് ബി ഈസി ടു റീഡ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് ആൻസർ. ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആവണം, അത് മനസ്സിലാക്കാവുന്ന പറ്റുന്നതാവണം, അത് ആൻസർ ചെയ്യാൻ സിമ്പിൾ ആവണം. ഇത്രയും ആണ് പ്രധാനപ്പെട്ട ബിസിനസ് റിസർച്ച് മെത്തേഡ്സ്. ആൻഡ് നെക്സ്റ്റ് ഈ ഒരു ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്, അതിൻ്റെ ഒരു പ്രാധാന്യം എന്ത്.
അപ്പോൾ ആദ്യം വരുന്നത് ജോബ് സീക്കേഴ്സ് ആണ്. ജോബ് സീക്കേഴ്സ്. ഇപ്പോൾ ജോബ് സീക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. അവർ ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ ജോലി അന്വേഷിക്കുമ്പം ആ ഒരു പർട്ടിക്കുലർ കമ്പനിയെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ സ്വാഭാവികമായിട്ടും ഏതൊരു ജോബ് സീക്കർക്കും താല്പര്യം ഉണ്ടായിരിക്കും. ആ കമ്പനിയുടെ സ്റ്റാറ്റസും ആ കമ്പനിയുടെ പേയ്മെൻറ്റ് എങ്ങനെയാണ്, ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. അപ്പം ജോബ് സീക്കേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിക്ക് ഈ ഒരു കാര്യത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിസിനസ് റിസർച്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഗ്രൂപ്പ് ഈസ് ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുക, അത് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു അവർക്ക്. അപ്പോൾ ബിഫോർ ഗോയിങ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ദി ഇൻവെസ്റ്റേഴ്സ് മേ അനലൈസ് all relevant statistics related with the financial performance of the companies. അപ്പോൾ കമ്പനിയുടെ അത്തരം കാര്യങ്ങളെല്ലാം അവർ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം മാത്രമേ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് സംബന്ധിച്ചിടത്തോളം ബിസിനസ് റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു പർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ. ആൻഡ് തേർഡ് വൺ ഈസ് B2B പ്രൊവൈഡേഴ്സ് ആണ്. ബിസിനസ് ടു ബിസിനസ് പ്രൊവൈഡേഴ്സ്. B2B പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ് റിസർച്ച് B2B പ്രൊവൈഡേഴ്സ് റിസർച്ചിന് ഉപയോഗിക്കുന്നു. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, അതുപോലെ തന്നെ അവരുടെ ഡ്യൂറബിളായിട്ടുള്ള, അതുപോലെ ഒരുപാട് കുറച്ചധികം കാലം അവരുമായിട്ട് ഇടപാട് നടത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ ആനുവൽ റിപ്പോർട്ട്സും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ലഭ്യമായ ഈ വിവരങ്ങളിൽ നിന്നെല്ലാം അവർക്ക് നല്ലൊരു ഡിസിഷൻ, ഒരു വൈസ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു. അപ്പോൾ അതിലേത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവർക്ക് സെലക്ട് ചെയ്യണം, അവരുടെ ക്ലയൻസിൻ്റെ ഇത്തരം ഡാറ്റകളെല്ലാം അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് B2B പ്രൊവൈഡേഴ്സിന് റിസർച്ച് ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ ദേ ക്യാൻ ഫോർമുലേറ്റ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫിലാന്ത്രോപ്പിക് ഓർഗനൈസേഷൻസ്. ഫിലാന്ത്രോപ്പിക് ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഫിലാന്ത്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ പേഴ്സൺ. A philanthropist is a person who practices philanthropy. That means one who loves the mankind and seeks to promote the good of others. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുക, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അത്തരം വ്യക്തികൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അവർ ചാരിറ്റി പ്രവർത്തനം മറ്റും ചെയ്യുമ്പോൾ ഡൊണേഷൻസ് ഒക്കെ കൊടുത്തു എന്ന് വരാം. അപ്പോൾ അത്തരം കേസിൽ ബിഫോർ മേക്കിംഗ് ഹ്യൂജ് ഡൊണേഷൻസ്, this kind of organization will conduct research about the charitable organizations to which they donate funds and in-kind resources. അപ്പോൾ ഇത്തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ താല്പര്യമുള്ള വ്യക്തികൾ അവർ ചാരിറ്റബിൾ ഓർഗനൈസേഷനും മറ്റും ഫണ്ട് കൊടുക്കുമ്പോൾ അത് ക്യാഷ് ആവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻ കൈൻഡ് ആവട്ടെ, ക്യാഷ് അല്ലാത്ത രീതിയിലുള്ള റിസോഴ്സും മറ്റും അവർ കൊടുക്കുന്നതിന് മുമ്പേ അവർ അത്തരം സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്താറുണ്ട്, റിസർച്ച് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ റിസർച്ച്, ബിസിനസ് റിസർച്ച് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് വൺ ഈസ് കമ്പനീസ്. അപ്പോൾ അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ ഈ കമ്പനീസ് ആണ്. അപ്പോൾ ദേ കണ്ടക്ട് ബിസിനസ് റിസർച്ച് ഫോർ മെനി റീസൺസ്. അവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് കമ്പനികൾക്ക്. നമ്മൾ നേരത്തെ കണ്ടു, സ്വാഭാവികമായിട്ടും വരുന്നവർ കസ്റ്റമേഴ്സിൻ്റെ പറ്റി പഠിക്കുക, അതുപോലെ മാർക്കറ്റിനെ പറ്റി പഠിക്കുക, കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി പഠിക്കുക. ഇതാണ് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ വരുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന ഏതാനും മറ്റു ചില കാര്യങ്ങളാണ് ടെസ്റ്റിംഗ് ന്യൂ പ്രോഡക്ട്സ്. വെൻ എ കമ്പനി ഇൻട്രൊഡ്യൂസസ് എ ന്യൂ പ്രോഡക്റ്റ് ഇൻ ടു ദ മാർക്കറ്റ്, ദേ കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. അപ്പോൾ അവർ ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് മുമ്പേ അവർ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് സക്സസ് ആയതിനു ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിന് ശേഷം മാത്രമേ അവർ അതിൻ്റെ ഒരു കൊമേഴ്സ്യൽ പ്രൊഡക്ഷനിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ടെസ്റ്റിംഗ് ന്യൂ പ്രോഡക്ട്സ്, അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടമാണ്.
അപ്പോൾ ആ സ്റ്റേജിൽ അവർ ഡാറ്റ ഒരുപാട് കളക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു. ദ നെക്സ്റ്റ് വൺ ഈസ് എൻഷുറിങ് ആഡിക്വേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആഡിക്വേറ്റ് ആണ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആഡിക്വേറ്റ് ആയിട്ട് നടക്കുന്നു, കസ്റ്റമേഴ്സിന് പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് കൃത്യമായിട്ട് കിട്ടുന്നു എന്ന് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കമ്പനികൾ റിസർച്ച് കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് മറ്റൊരു ആവശ്യമാണ് കമ്പനികളുടെ. മറ്റൊന്ന് മെഷറിങ് അഡ്വർടൈസിങ് എഫക്റ്റീവ്നെസ്. ഒരു കമ്പനി നൽകുന്ന പരസ്യങ്ങൾ, അഡ്വർടൈസ്മെൻറ്റ്സ്, അത് എത്രത്തോളം എഫക്റ്റീവാണ് എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കമ്പനികൾ റിസർച്ച് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടണോ, ഡ്യൂറേഷൻ കുറക്കണോ, അല്ലെങ്കിൽ ടെലിവിഷനിൽ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ് വേസ്റ്റ് ആണോ, അങ്ങനെ ഏത് മീഡിയത്തിലാണ് അഡ്വർടൈസ്മെൻറ്റ് ബെറ്റർ എന്ന രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർ സ്റ്റഡി നടത്താറുണ്ട്. അപ്പോൾ അത് മറ്റൊരു കാര്യമാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സ്റ്റഡിങ് ദ കോമ്പറ്റീഷൻ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റിലെ കോമ്പറ്റീഷൻ്റെ സ്ഥിതി എന്താണ്, കോമ്പറ്റീറ്റേഴ്സ് എത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നു, നമ്മുടെ ഒരു പൊസിഷൻ മാർക്കറ്റിൽ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും സ്റ്റഡി നടത്താറുണ്ട് അല്ലെങ്കിൽ റിസർച്ച് നടത്താറുണ്ട്. ഇതാണ് സ്റ്റഡി ഇൻ ദ കോമ്പറ്റീഷൻ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.